ശ്രീ സി ബി സത്യൻ, ഞാനും പറയുന്ന അതാണ്. കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ്, ഒരു വാലിഡ് പോയിന്റ് ഇതിനകത്ത് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് അത് കൽക്കി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൂടി ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി വരുന്നു. ഈ ഫെബ്രുവരി 19 തീയതിയാണ് കൽക്കി ധാം മന്ദിറിന് സംഭാലിൽ, അതായത് ഈ വിഷയം നടക്കുന്ന സംഭാലിൽ നിന്ന് വളരെ അടുത്ത് ഈ കൽക്കി ക്ഷേത്രത്തിന് തറക്കല്ലിടുന്നത്. അതായത് എന്നിട്ട് പറയുന്നത് ഈ ഫെയ്ത്ത് ഓഫ് 2024, ഇന്ത്യാസ് ഫെയ്ത്ത് ഓഫ് 2024 ഈസ് കൽക്കി എന്ന് അദ്ദേഹം അവിടെ പറയുകയും ചെയ്തിട്ടുണ്ടായി. അതായത് കൃത്യമായിട്ട് കൽക്കി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതായത് കൽക്കി ക്ഷേത്രം പൊളിച്ചിട്ട് ബാബർ ഒരു മോസ്ക് പണിതു എന്നുള്ള വാദവും ആരോപണങ്ങളും, അല്ലെങ്കിൽ ഒരു വിഭാഗം അതുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു സ്ഥലത്താണ് ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു കൽക്കി ക്ഷേത്രം വരുന്നത്. രാഹുൽ ഗാന്ധി വരുന്നതും തടയുന്നതിനും അപ്പുറത്തേക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ ശ്രീ സി ബി സത്യൻ? അതന്നെ നമ്മൾ നോക്കേണ്ടത് 1991 ആരാധനാലയ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു നിയമമാണ്. അതായത് 1947 മുമ്പ് എങ്ങനെയായിരുന്നു അവസ്ഥ അത് തന്നെ തുടരുമെന്നാണ് ആ നിയമം വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു അബറേഷൻ എന്ന് പറയാവുന്നത് ബാബറി മസ്ജിദിന്റെ ഇഷ്യൂ ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ സംഘടനകളുടെ തന്നെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ, അല്ലെങ്കിൽ മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അതൊരു സെന്റിമെന്റൽ ഇഷ്യൂ ആയിരുന്നു. അത് രാമജന്മഭൂമിയുടെ ഒരു സെന്റിമെന്റ്സ് അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് പൊളിച്ചെടുക്കലുകളും കൂട്ടിച്ചെടുക്കലും നടക്കുന്ന ഒരു സാധനമാണ്. ഈ 15ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പൊളിച്ചു, അവിടെ ഒരു പള്ളി പണിതു എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. നാളെ ബുദ്ധമതം ഇന്ത്യയിൽ റിവൈവലിസം ഉണ്ടായിട്ട് ബുദ്ധമതം ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ആരാധനാലയങ്ങളിലും അവകാശവാദം ഉന്നയിച്ചാൽ എത്ര ഹിന്ദു മതത്തിന് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയും അതിനെതിരെ? കാരണം ഇതെല്ലാം ഒരുവിധപ്പെട്ട മിക്ക ക്ഷേത്രങ്ങളും ഒരു കാലത്ത് ബുദ്ധവിഹാരങ്ങളായിരുന്നുവെന്നും ആ ബുദ്ധവിഹാരങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞതുപോലെ പല ക്ഷേത്രങ്ങളും പിന്നീട് പിന്നീട് ക്ഷേത്രങ്ങളായി പരിണമിക്കുന്നതും വളരെ കൃത്യമായ ചരിത്രമുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ ആൾക്കാരും ചരിത്രത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ നിന്ന് വന്നിട്ട് ഓരോ തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും നമുക്കത് വളരെ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ആരാധനാലയ നിയമം 1991 കൊണ്ടുവന്നത് തന്നെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെ പരിപൂർണമായിട്ട് റദ്ദ് ചെയ്യാനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡിന്റെ ഒരൊറ്റ വാചകത്തിലൂടെ ഒരു ഭൂതത്തെ കുടം തുറന്നു വിട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന്റെ തർക്കം നോക്കുന്നില്ല, പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിന്റെ കെട്ടിടം ഏത് ടൈപ്പായിരുന്നു, കെട്ടിടത്തിന്റെ താഴെ പള്ളി ഉണ്ടായിരുന്നോ, ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്നൊക്കെ പരിശോധിക്കാനായിട്ട് അദ്ദേഹം ഉത്തരവിടുമ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂതത്തെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഭൂതങ്ങളെ കുടം തുറന്ന് വിട്ട പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ നിരവധി കോടതികളിൽ ഈ പറഞ്ഞതുപോലെ നിരവധി ഹർജികൾ വന്നിട്ടുണ്ട്. ഓരോ ക്ഷേത്രങ്ങളും പൊളിച്ചിട്ട് ഓരോ പൗരാണിക ജുമാ മസ്ജിദുകളുടെയും താഴെ നോക്കിയിട്ട് അവിടെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് കണ്ടെത്താനുള്ള ഹർജികൾ തുരുതുര സമർപ്പിക്കപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറയുന്ന സ്വഭാവത്തെ തകർത്ത് കളയാനുള്ള ഒരു വലിയ ഗൂഢശ്രമത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അധികം താമസിയാതെ വരികയാണ്. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു രംഗമൊരുക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച അത്ര ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ BJP അതിന്റെ പ്രതീക്ഷയ്ക്ക് വളരെ പിന്നിലായി പോയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ അധികാരം BJP പിടിച്ചെടുത്ത് തുടങ്ങുന്നതും അവിടെ നിന്ന് ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തുന്നതും രാമജന്മഭൂമി ക്ഷേത്ര പ്രശ്നം വലുതാക്കിയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് അടുത്ത ക്ഷേത്ര പ്രശ്നം അവർ തുടങ്ങി വെക്കുകയാണ്. അപ്പം ഇത് ഈ പറഞ്ഞ വാരാണസിയിലെ പ്രശ്നവും കാശിയിലെ പ്രശ്നവും സംഭാലിലെ പ്രശ്നവും ഒക്കെ ആയിട്ട് അത് അടുത്ത എന്താ പറയാ ഒരു പ്രശ്നങ്ങളുടെ ഒരു അവിയൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ നട്ടലിൽ അഗാധമായ ക്ഷതമേൽപ്പിച്ചുകൊണ്ട് അതിഭീകരമായ ഒരു ഹിന്ദു ധ്രുവീകരണവും ഒരു മുസ്ലിം ധ്രുവീകരണവും ഉണ്ടാക്കി അതിനിടയിലൂടെ ഒരു ഭൂരിപക്ഷ മത വേർതിരിവുണ്ടാക്കിക്കൊണ്ട് അതുവഴി അധികാരത്തിൽ വരാനുള്ള മറ്റ് ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം BJPയുടെ ഒരു ഭരണകാലം തുടങ്ങിയത് ബാബറി മസ്ജിദിന്റെ തകർച്ചയോടെയാണ്. അതിനുശേഷമാണ് BJP ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചത്. അതിനുശേഷം ബാബറി മസ്ജിദിന് പകരം രാമജന്മഭൂമി ക്ഷേത്രം അവിടെ പണിഞ്ഞു തീർന്നതിന് ശേഷം BJPക്ക് ക്ഷയമാണ് ഉണ്ടായത്. BJP ക്ഷയിച്ചു. അപ്പൊ അവർക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് BJPയുടെ പോൾ സ്ട്രാറ്റജിസ്റ്റുകൾക്ക് മനസ്സിലാകുന്നത്, ഇതുപോലെ ഒരു പ്രശ്നം, ഒരു ഹിന്ദു ധ്രുവീകരണ പ്രശ്നം എല്ലാ കാലത്തും നിലനിന്നില്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ BJPക്ക് കൃത്യമായി വിജയിക്കാൻ പറ്റില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തിലും ധ്രുവീകരണ പ്രശ്നം ഉണ്ടാകണം. ഇന്ത്യയിൽ മതേതരത്വം നിലനിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഏതു വിധത്തിലും ഇന്ത്യ വിഭജിക്കപ്പെട്ടു നിൽക്കണം, ഇന്ത്യ ജാതികളായും മതങ്ങളായും വിഭജിക്കപ്പെട്ടു നിൽക്കണം എന്നുള്ളത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ടയുടെ തുടർച്ചയാണ് ഇപ്പോൾ സംബാലിൽ നടക്കുന്നത്. കാരണം ആരാധനാലയ നിയമപ്രകാരം ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഹർജികളൊക്കെ പ്രഥമ ദൃഷ്ടിയ തള്ളപ്പെടേണ്ട ഹർജികളാണ്. കാരണം ശ്രീ കൃഷ്ണദാസ് തന്നെ പറഞ്ഞ പോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലിരിക്കുന്ന ഒരു സ്ഥലം അത് ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. അത് ചരിത്രമാണ്. ഒരു ചരിത്ര സ്മാരകമായതുകൊണ്ടാണ് അതിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്നത്. അതിന്റെ ചരിത്രത്തിനും താഴെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത് കണ്ടുപിടിച്ചാൽ ഇവർ പൊളിക്കുമോ? അത് പൊളിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗവൺമെന്റ്? അങ്ങനെയാണെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കണ്ടേ? എന്തിനാണ് അവിടെ പോയിട്ട് സർവേ നടത്തുന്നത്? ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ, അതായത് സംബാലിലേക്ക് ആദ്യത്തെ ദിവസം തന്നെ കോടതി ഉത്തരവിടുന്ന ആദ്യത്തെ ദിവസം തന്നെ ഒരു സംഘത്തെ അന്ന് തന്നെ അയക്കുന്നു. അതിനുശേഷം വീണ്ടും ആ സംഘം വെളുപ്പാങ്കാലത്ത് തിരിച്ചെത്തുന്നു. അപ്പൊ ഈ മൾട്ടിപ്പിൾ ടൈമിൽ അവർ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സംഘർഷം രൂപപ്പെടുകയാണ്. അപ്പൊ ആ സംഘർഷം കാരണം പെട്ടെന്ന് പാനിക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത വിഭ്രാന്തി പുറപ്പെടുന്നു, അവർ തടിച്ചുകൂടുന്നു, അവർ കല്ലെറിയുന്നു, വെടിവെപ്പ് ഉണ്ടാകുന്നു, മരിക്കുന്നു തുടങ്ങിയ എല്ലാ സാധനങ്ങളും വളരെ കൃത്യമായിട്ട് ഒരു തിരക്കഥ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം തിരക്കഥകൾ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ മുമ്പ് കണ്ടിട്ടുണ്ട്, നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. കാരണം ഇത് ഓരോ തിരക്കഥകളും ആത്യന്തികമായിട്ട് അധികാരത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. അപ്പം അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഇനി അടുത്ത 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ ഇന്ത്യയെ കൃത്യമായിട്ട് വിഭജിക്കുകയും ആ വിഭജനത്തിലൂടെ അധികാരം കൈയടക്കാനുള്ള ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ശ്രമമായിട്ട് കൂടി നമുക്കിതിനെ വ്യാഖ്യാനിച്ച് കണ്ടില്ലെങ്കിൽ നമ്മൾ ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടായിരിക്കും അത്. ഓക്കെ, റൈറ്റ്. തിരികെത്താം ശ്രീ എ